ഞാനിത് പറയാൻ പാടില്ലായിരുന്നല്ലേ? എന്ത് പെട്ടിനുള്ളിൽ എന്താ ഉള്ളത്? കഞ്ഞി ഓട്ടമാണ്. അനുഗ്രഹം കൊണ്ടാണോ? ഞാൻ പറയണ്ടേ? പറ. പിന്നല്ലാണ്ട് എന്നെ പറ്റി പറയണോ? അവിടുന്ന് അലി ഇജാസിന്റെ അടുത്തേക്ക് പോകും. പൊരിഞ്ഞ പോരാട്ടം. അപ്പോൾ തലശ്ശേരിയിലെത്തി. ഇപ്പോൾ സമയം 4 മണിയായി. ഒരു പോളക്കമ്പലേക്കും ഇല്ല ബസ്സിലായതുകൊണ്ട് ഇനി പോയിട്ട് കുറച്ച് നേരം കിടക്കണം. എന്നിട്ട് 10 മണിക്കാണ് ഇനാഗുറേഷൻ വരുന്നത്. ഓക്കെ, അലി ഓൾറെഡി വന്നിട്ടുണ്ട്. നോക്കാം. യെസ് ഗൈസ്, നമ്മളിപ്പോൾ ഇന്നലെ രാത്രി വന്നതാണ്. ഒരു 2-3 മണിക്കൂർ ഉറങ്ങാൻ പറ്റി. ഇപ്പോൾ എണീറ്റ് നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി റെഡിയായി. ഇവിടെ അലിയുണ്ട്, അലിയുടെ ഫ്രണ്ടുണ്ട്. ഇത് നോക്കി, ആദ്യമായിട്ട് പിള്ളേർ റെഡി ആവണമെന്ന് ഇത്ര നാളായിട്ട്. സോ അലിയും, നിങ്ങളുടെ പേരെന്തായിരുന്നു? സഹൽ. നമ്മൾ 2 പേരുമാണ് ഇപ്പോൾ ഉള്ളത്. പരിപാടി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് മസലഡിൻ്റെ അടുത്തേക്കാണ്. ആളെ ചലഞ്ച് കൂടെ നടക്കുന്നുണ്ട് തലശ്ശേരിയിലായിട്ട്, കടൽപ്പാലത്തിൻ്റെ അവിടെ. അവിടെ നിന്ന് അലി ഇജാസിൻ്റെ അടുത്തേക്ക് പോകും, ഞാൻ വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകും. അതാണ് നിലവിലത്തെ പ്ലാൻ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ടാ കേട്ടോ. അനിയറോഷൻ അയന അനന്തു നമ്മളിപ്പോൾ സ്ട്രൈറ്റിൽ അവിടെ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി പോയി. ബട്ട് എന്നാലും അവർ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനോഗ്രേഷനൊക്കെ പ്രോപ്പറായിട്ട് കഴിഞ്ഞു. എല്ലാവരും തിരികൊളുത്തി. നെക്സ്റ്റ് ഇനി ചെയ്യാനുള്ളത് പോസിംഗ് ആണ്. അലി ഉണ്ടായിരിക്കും, ഞാനുണ്ടായിരിക്കും. സോ വേറെ ഉണ്ട് വ്ളോഗാ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഞാൻ പറയണ്ടേ? പറ. പിന്നല്ലാണ്ട് എന്നെ പറ്റി പറയണോ? ഞാൻ അയന. കഴിഞ്ഞ ഈ വർഷത്തെ വുമൻസ് ഫിറ്റ്നസ്സിലും കണ്ണൂർ മിസ് കണ്ണൂരായിരുന്നു. ഇങ്ങനെ മിസ് കേരളയും വുമൺ ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരാൻ കഴിഞ്ഞ ഭയങ്കര സന്തോഷം. പറയാനോ പോണം. ആൾക്കും പേടിയായിരിക്കും ചെറിയൊരു, എന്താ പറയാ, സ്റ്റേജിൽ പോസ് ചെയ്യുന്ന എളുപ്പം, പക്ഷെ ഇതാവില്ല, സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ബാക്കി പോസിംഗിൽ കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പോസിംഗ് ഉണ്ടായിരുന്നു. അലിയും ഞാനും അയന്. എന്നെ ഞങ്ങളൊരു 3 മാസം മുമ്പ് ആളെന്നെ വിളിച്ചതാണ്. അന്ന് എനിക്ക് വരാൻ പറ്റുമെന്നുള്ളത് ഉറപ്പില്ലായിരുന്നു. ദെൻ അതിൻ്റെ ഒപ്പം തന്നെ പുള്ളി പോസിംഗ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒത്തു വന്നപ്പോഴത്തേനും വരാൻ പറ്റി. നല്ലൊരു പരിപാടിയായിരുന്നു. എല്ലാവരും കഴിഞ്ഞു, എല്ലാവരും പോകാനുള്ളൊരു പരിപാടിയാണ്. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സോ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അലിക്കാണെങ്കിൽ അലി ഒരു ഓൾമോസ്റ്റ് 10+ ഇനോഗ്രേഷനൊക്കെ പോയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഞാനൊരു ലോ ലെവൽ ക്രിയേറ്റർ, ഒബ്വിയസ്ലി ലോ ലെവൽ ക്രിയേറ്റർ തന്നെയാണ്. കയറി വരുന്നുണ്ട്. സോ ആ ഒരു ലെവലിൽ നിന്ന് ആളെന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ പറയുക, അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞു ആളെൻ്റെ പോസിങ് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് പോസിങ് പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് ആളൊക്കെ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് നമുക്ക് പോസിങ് പഠിച്ച് സെറ്റ് ആവണം. ഓക്കെ, സോ ഇവിടെയുള്ള പിള്ളേരെയും കൂടി നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും കോമ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരോട് പറയാം പോസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ഞങ്ങൾ നെക്സ്റ്റ് ഇനി പോകാൻ പോകുന്ന മസിൽ ഹെഡ്. ഓക്കെ, ഇനി അവിടെ വെച്ച് കാണാം. ചെറിയ ചലഞ്ചും പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ. ഇത് നമ്മൾ മസിൽ ഹെഡിൻ്റെ അടുത്ത് പരിപാടിക്ക് വേണ്ടി വന്നേക്കാണ്. വണ്ടി നിറച്ച് 18,000 രൂപയുടെ സപ്ലിമെൻ്റ് ആയിട്ടാണ് വന്നേക്കണത്. 18,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 18,000 എന്ന് പറഞ്ഞാൽ 18 രൂപ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ നമുക്കറിയില്ല. ആ ഒരു സെറ്റപ്പാണ് സംഭവം. എന്താണെന്ന് വഴി അറിയിക്കാൻ കേട്ടോ. ഇത് കുറച്ചുകൂടി സർപ്രൈസ് ഉള്ള സംഭവമാണ് അല്ലേ? ഞാനിത് പറയാൻ പാടില്ലായിരുന്നല്ലേ? എന്ത്? പെട്ടിനുള്ളിൽ എന്താ ഉള്ളത്? അത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങളല്ലേ ആദ്യം പോസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് അറിയില്ലല്ലോ. എന്തായാലും ലൈവായിട്ട് ആരും അറിയില്ലല്ലോ. ഓക്കെ, ചലഞ്ച് തുടങ്ങാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേനും മിസ്റ്ററി ബോസാണ്. സോ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി റിവീൽ ചെയ്താണ് സംഭവം എന്നുള്ള കേസ്. ബട്ട് അത് തുറക്കണം. ലൈക്ക് കുറേ താക്കോലുണ്ടായിരിക്കും. ആ താക്കോലിൽ നിന്ന് ഇത്ര സമയത്തിനുള്ളിൽ തുറന്ന് കണ്ടുപിടിക്കുന്ന ആൾക്ക് അതിലുള്ള സാധനം കംപ്ലീറ്റ് എടുക്കാൻ പറ്റും.
ചെറിയ ട്വിസ്റ്റ് ഉണ്ടായി. അലി പോവാണ്. എന്തുകൊണ്ടാണ് അലി പോകുന്നത്? സോ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യണം. ആരുടെ പണി ഇപ്പോൾ പോയി ഇജാസിന് വർക്കൗട്ട് ചെയ്യാൻ അതെ അതെ ഇപ്പോൾ പോയില്ലെങ്കിൽ ഓനെ കൂട്ടൂല. അതുകൊണ്ട് അവൻ പോവാണ്. പോവാണ്. പക്ഷെ ഞാൻ പോണില്ല. ഞാൻ കാണാൻ താല്പര്യമൊക്കെ ഉണ്ട്. എനിക്ക് ചാലഞ്ച് കാണാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കഴിയില്ല. അരമണിക്കൂർ എന്നാലും കുറച്ച് വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ടൈമില്ല. ഓക്കെ, എന്നാൽ ശരി, നമുക്ക് ഫ്യൂച്ചറിൽ കാണാം. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ്. കന്നി ഓട്ടമാണ്. അനുഗ്രഹം ഉണ്ടാണോ അടുത്തതിൻ്റെ വിഷയം? ഓക്കെ, അപ്പം ബൈ. നമ്മൾ ബൈ ആയിട്ടില്ല, നമുക്ക് ബാക്കി പരിപാടിയിൽ കാണാൻ വേണ്ടി പോകും. സോ BTS ആണ്, എക്സ്ക്ലൂസീവ് BTS. ആക്ച്വലി BTS ഒന്നും ഇതുവരെ മസിലിട്ട് പുറത്ത് വിട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. ഇതൊരു ന്യൂ ചാലഞ്ചാണ്, നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്ററി ബോക്സ്. ഓക്കെ, ലെറ്റ്സ് സീ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. 4, 5, 6 താഴുണ്ട്. 6 താഴും 12 താക്കോലും ഉണ്ട്. സോ 60 സെക്കൻഡിനുള്ളിൽ ഇത് തുറക്കണം. വൺസ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും താക്കോല് മിക്സായി പോവാം. വിജയിക്കുവാണെങ്കിൽ ആൾക്ക് കംപ്ലീറ്റ് സാധനം എടുക്കാൻ പറ്റും. സോ ഇതിലെന്താ പറയുക, എനിക്ക് പോലും അറിയില്ല. എനിക്കറിയാമെന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇവർക്കറിയില്ല. ഓക്കെ, ഇത് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. നമുക്ക് നോക്കാം ഇതിലെന്താണ് കിട്ടൂല എന്നുള്ള കേസ്. ആരാണിത്? നമ്മുടെ പോസ്റ്റിംഗ് ക്ലയന്റ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഫുൾ സർപ്രൈസ് ആണ്. ഒരുപാട് പേര് കണ്ടു. കാരണം മനസ്സിലാവുന്ന വിചാരിച്ചു നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ. ചലഞ്ച് ചെയ്യാനുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. പൊരിഞ്ഞ പോരാട്ടമാണ്, പൊരിഞ്ഞ പോരാട്ടം. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ. എക്സ്ക്ലൂസീവ് ആണ്. പുളിയ ന്യൂട്രീഷൻ്റെ വേ ഐസൊലേറ്റ്, മൾട്ടി വിറ്റമിൻ, omega-3, ഫ്രീ വർക്കൗട്ട്, സകലമായ സാധനങ്ങളുണ്ട്. കഴിഞ്ഞിട്ടില്ല. ക്രിയാറ്റിനുണ്ട്. EAA ഉണ്ട്, പ്ലസ് BCAA. ഷൈക്കർ, സ്പൈസിന്റെ ടീഷർട്ട്, എത്ര കോസ്റ്റ് വരുന്നത്? 18,000 രൂപ. 3 മാസം ഇനി പണിക്ക് പോണ്ട. വളരെ സന്തോഷമുണ്ട്. എന്താ പറയണ്ടേ, വളരെ സന്തോഷമുണ്ട് ഇത് കിട്ടിയാല്. ചാലഞ്ച് പങ്കെടുക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ തുറക്കണ്ടിട്ട്. വിചാരിച്ച ടൈം കുറച്ച്, പിന്നെ താക്കോലിന് ഇട്ടിട്ട് ടെൻഷൻ കാരണം ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നീട് എനിവേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കിട്ടി, വളരെ ഹാപ്പിയാണ്. നമ്മളെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇവനെ അറിയില്ലേ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. എൻ്റെ ക്ലയൻ്റാണ്. പോയി നമ്മൾ 3rd അടിച്ചാണ്. ഫസ്റ്റ് കോമ്പറ്റീഷൻ നാച്ചുറൽ കോമ്പറ്റീഷനിൽ പോയി 3rd അടിച്ചു ഫ്രം ദ സ്ക്രാച്ച്. അടുത്ത ആൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യിക്കും. ആളുടെ പേര് പറഞ്ഞേ, നക്കാഷ്. ക്ലാസിക് ഫിസിക് ഐസിൽ നിങ്ങൾക്ക് കാണാം അടുത്ത വർഷം. ഓക്കെ, ഗോൾഡാ 3rd അത് സിൽവർ ഏതാ വേണ്ടേ? അടുത്ത ഗോൾഡ്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, നമുക്ക് അടുത്ത വർഷം കാണാം. സോ അത്രേ ഉള്ളൂ. മസിൽ ഡപ്പർ ഉണ്ട്. ഞാൻ സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൽ എല്ലാവരും പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ണൂർ ആദ്യമായിട്ടാണ് വരുന്നത്. ചെറിയ പേടിയൊക്കെ ഉണ്ട്, ആൾക്കാർ ഒരുപാടുള്ളതുകൊണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയല്ലേ പേടി മാറ്റണേ. ഓക്കെ, സീ യു സൂൺ.